പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ജൂൺ മാസം 21 തീയതി വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയം. ആ സന്തോഷത്തോടെ ആനന്ദത്തോടെ കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു. നോർത്ത് നോക്കി എത്ര ശ്രേഷ്ഠമായിട്ടാണ് കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നടത്തിയത്. അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ നിറഞ്ഞതായി ഈ ലോകത്തിൽ കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിൻ്റെ മറവിൽ മറയ്ക്കുന്നത് പോലെ കഴിഞ്ഞ പകൽക്കാലം അത്ഭുതമായി നമ്മളെ നടത്തിയ കർത്താവിന് കൈകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് നമ്മളെ അനുഗ്രഹിച്ച ദൈവത്തിന് കരങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞേ. സ്തോത്രമപ്പ, സ്തോത്രം 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 സ്തോത്രം. കർത്താവെ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ അവൻ രാത്രിയിൽ നമ്മളെ ഉറക്കി കർത്താവിൻ്റെ സ്വസ്ഥത തന്നു. അതിനായിട്ട് സ്തോത്രം. പ്രഭാതത്തിൽ ഉണർത്തിയിരിക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. ആമേൻ. കർത്താവിൻ്റെ കൃപയാണ് നമ്മൾ എഴുന്നേറ്റത്. എത്ര പേര് പറയും, ഞാൻ ഇന്ന് എഴുന്നേറ്റിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപയാണ്, ആ വൻ കൃപയ്ക്കായിട്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന കർത്താവിന്, ആനന്ദത്തോടെ നടത്തുന്ന കർത്താവിന്, സൗഖ്യത്തോടെ നടത്തുന്ന കർത്താവിന്, അത്ഭുതമായി നടത്തുന്ന കർത്താവിന് നമുക്ക് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാം. എല്ലാവരും ചേർന്ന് അല്പസമയം കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. സങ്കീർത്തനക്കാരൻ 122 പറഞ്ഞു, യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ഹല്ലേലൂയ. ആ ദൈവ സാന്നിധ്യം അനുഭവിക്കാമെന്ന് പറഞ്ഞപ്പോൾ, ദൈവിക ശബ്ദം കേൾക്കാമെന്ന് പറഞ്ഞപ്പോൾ ദാവീദ് പറയാൻ ഞാൻ സന്തോഷിച്ചു. ഇന്ന് പ്രഭാതത്തിലും സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. അതിൻ്റെ 7ാമത്തെ വാക്യം പറയുന്നു, നിന്റെ കൊത്തളങ്ങളിൽ സമാധാനവും നിന്റെ അരമനകളിൽ സ്വൈര്യവും ഉണ്ടാകട്ടെ. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ കാത്തു പരിപാലിച്ചല്ലോ, നന്ദിയോടെ സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്നല്ലോ, നന്ദിയോടെ സ്തോത്രം. ആരോഗ്യത്തോടെ എഴുന്നേൽപ്പിച്ചല്ലോ, നന്ദിയോടെ സ്തോത്രം. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ അത്ഭുതമായി നടത്തുന്നത് ഓർത്ത് സ്തോത്രം. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ലോകവ്യാപകമായി ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങളെ അങ്ങയുടെ കൈകളിലേക്ക് തന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പരിശുദ്ധാത്മാവ് എല്ലാവരെയും അവൻ വഴി നടത്തുന്നതിനായിട്ട് സ്തോത്രം ചെയ്തു. അങ്ങനെ പരിശുദ്ധാത്മാവ് എല്ലാവർക്കും ജ്ഞാനവും ബുദ്ധിയും പകർന്ന് കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്തു. അങ്ങനെ തിരുവഴുത്തിൽ പറഞ്ഞിരിക്കുന്ന ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു കൊടുക്കണം. ഇന്ന് പകൽക്കാലം തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ അങ്ങനെ ദൃഷ്ടി വെച്ചിട്ട് അങ്ങ് ആലോചന പറഞ്ഞു കൊടുക്കണം. രോഗികളായിരിക്കുന്നവർ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. എല്ലാ രോഗത്തിൻ്റെ അവസ്ഥകളും യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. നെഞ്ചിനകത്തുള്ള ബുദ്ധിമുട്ടുകളെ, വിമ്മിഷ്ടം, ആമേൻ, കഫക്കെട്ട്, കുറുകുറുപ്പ്, അങ്ങനെ നെഞ്ചിനകത്തുള്ള ബുദ്ധിമുട്ടുകളെല്ലാം ഇപ്പോൾ നസ്രയനായ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ലങ്സ് റിലേറ്റഡ് ആയിട്ടുള്ളതും ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അസ്വസ്ഥതകളും നസ്രയനായ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആ നെഞ്ചിനകത്തേക്ക് ദൈവശക്തി ഇറങ്ങട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ, പൂർണ്ണ സ്വസ്ഥതയുണ്ടാകട്ടെ. അതുപോലെ അമേൻ, വയറിനകത്തും വലിയ ദൈവപ്രവൃത്തി നടക്കണം. ഉദര സംബന്ധമായ സകല ബുദ്ധിമുട്ടുകളും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. വയറിനകത്തുള്ള രോഗങ്ങൾ, രോഗത്തിൻ്റെ അവസ്ഥകൾ ഇപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പരിപൂർണ്ണ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവേ, ഈ കുഞ്ഞുങ്ങളെ കുടുംബമായിട്ട് അനുഗ്രഹിക്കുന്നു. ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവർക്ക് ദാനം കൊടുത്ത കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ ഭവനത്തിൽ ദൈവിക സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകട്ടെ. ഇവർ ജോലി ചെയ്യുന്നിടത്ത് സന്തോഷമുണ്ടാകട്ടെ. ഇവരുടെ ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാകട്ടെ. ഇവരായിരിക്കുന്ന ദേശത്ത് ദൈവമഹത്വം വെളിപ്പെടട്ടെ. കർത്താവ് അത്ഭുതങ്ങളിലൂടെ ഇവരെ നടത്തുന്നതിന് സ്തോത്രം. ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേല ചെയ്യുന്നവരെ അനുഗ്രഹിക്കണം. കർത്താവ് ഇന്നത്തെ സഭായോഗത്തെ അനുഗ്രഹിക്കണം. മിഡിൽ ഈസ്റ്റിൽ വലിയൊരു ചലനം ഉണ്ടാകുവാൻ ഇന്നത്തെ സഭായോഗങ്ങൾ മുഖാന്തരമായി തീരട്ടെ. പരിശുദ്ധാത്മാവിന് വലിയ ഇടപെടൽ ഉണ്ടാകണമേ. ആത്മപകർച്ച നടക്കണമേ. മഹിമ വെളിപ്പെടണമേ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നതിന് സ്തോത്രം. സകല മഹത്വം പുകഴ്ചയ്ക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. രാവിലെ ഇന്ത്യൻ സമയം 8:15 നമ്മുടെ സഭായോഗം ആരംഭിക്കും. പ്രാർത്ഥനയോടുകൂടെ അതിൽ പങ്കെടുക്കുക. 1 തീമോഥെയോസിന്റെ ലേഖനം 1-ാം അധ്യായം 13-ാമത്തെ വാക്യം വായിച്ച് നമുക്ക് ആരംഭിക്കാം. അവിടെ അപ്പോസ്തലൻ തൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുക, മുമ്പേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നു, എങ്കിലും അവിശ്വാസത്താൽ അറിയാതെ ചെയ്തതുകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു. പൗലോസ് അപ്പോസ്തലൻ്റെ ജീവിതത്തിൽ പോയകാല ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ അപ്പോസ്തലൻ തന്നെ പറയുക, ഞാൻ മുമ്പേ ദൂഷകനായിരുന്നു,
ആമേൻ. അതായത് ദൂഷകൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിനെതിരെ സംസാരിച്ചുകൊണ്ട് നടന്നവനായിരുന്നു, ഉപദ്രവിക്കുന്നവനായിരുന്നു. ദൈവത്തിനെതിരെ സംസാരിക്കുന്നവൻ, ദൈവസഭയെ ഉപദ്രവിക്കുന്നവൻ. ആമേൻ. നിഷ്ഠൂരനായിരുന്നു. എങ്കിലും അവിശ്വാസത്താൽ, അതായത് തൻ്റെ പോയകാല ജീവിതത്തിൽ അവിശ്വാസത്തിൽ അറിയാതെ ചെയ്തതായതുകൊണ്ട് എനിക്ക് കാരണം ലഭിച്ചു. ഇന്നത്തെ മെസ്സേജിൻ്റെ പ്രധാന സന്ദേശമെന്ന് പറയുന്നത്, നമ്മുടെ പോയകാല ജീവിതത്തിൽ വന്ന പരാജയങ്ങളോ വീഴ്ചകളോ ആമേൻ പാപങ്ങളോ ഒന്നും നമ്മുടെ മുൻപോട്ടുള്ള യാത്രയെ തടയാൻ പാടില്ല. പലപ്പോഴും ശത്രുവാകുന്നവൻ ഉപയോഗിക്കുന്നത് നമ്മുടെ മനസ്സിൽ കയറി അറ്റാക്ക് ചെയ്യും. പോയകാല ജീവിതത്തിൽ നിനക്ക് വന്ന പരാജയങ്ങൾ, നിന്റെ ജീവിതത്തിൽ വന്ന വീഴ്ചകൾ, പാപങ്ങൾ ഒക്കെ പറഞ്ഞ് നിനക്കിനി മുന്നോട്ട് പോകാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് നിന്നെ മാനസികമായി തളർത്തിക്കളയും. ഒരു കാര്യം ഓർത്തോണം, പോയകാല പരാജയങ്ങളെ ചിന്തിക്കുകയും വീഴ്ചകളെ ചിന്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ജയകരമായി മുന്നേറാൻ പ്രയാസമാണ്, ജയകരമായി മുന്നോട്ട് പോകാൻ അത് പ്രയാസമാണ്. ഇത് പോയകാല ജീവിതത്തിൽ വന്നത് കർത്താവ് ഓർക്കുന്നില്ല, അത് പിശാചു മാത്രമാണ് നമ്മളെ ഓർപ്പിച്ച് നമ്മളെ തകർക്കാൻ നോക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി 17:30 അപ്പോസ്തലൻ തന്നെ പറയുന്നുണ്ട്, എന്നാൽ അറിയായ്മയുടെ കാര്യങ്ങളെ ദൈവം ലക്ഷ്യമാക്കുന്നില്ല. അതായത് പോയ കാലത്ത് അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയത് അല്ലെങ്കിൽ വന്നുപോയത് ഇതൊന്നും കർത്താവ് കണക്കാക്കുന്നില്ല. പക്ഷേ ഇതെന്നാ പറ്റുന്നത്, നമ്മളൊന്ന് മുന്നേറുവാൻ നോക്കുമ്പോൾ, നമ്മൾ മുന്നോട്ട് പോകാൻ നോക്കുമ്പോൾ ആമേൻ, നമ്മുടെ ജീവിതത്തെ തകർക്കുവാനായി, നമ്മളെ മുൻപോട്ടുള്ള യാത്രയെ തടയുവാനായി പലപ്പോഴും ശത്രുവാകുന്നവൻ ഇതുമായിട്ട് നമ്മുടെ മുമ്പിൽ വരും. അവിടെ നമ്മൾ പറയാൻ ബാധ്യസ്ഥരാണ്, അല്ലെങ്കിൽ നമ്മൾ പറയണം, ഇതെൻ്റെ കർത്താവിൻ്റെ നിഘണ്ടുവിലില്ലാത്തത് ഇനി എൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ പാടില്ല എന്ന് പറയണം. മീഖായുടെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 18-19 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, അകൃത്യം ക്ഷമിക്കുകയും തൻ്റെ അവകാശത്തിൽ ശേഷിപ്പുള്ളവരോട് അതിക്രമം മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവം ആരുള്ളൂ? അവൻ എന്നേക്കും കോപം വെച്ചുകൊള്ളുന്നില്ല, ദയയിലല്ലോ അവന് പ്രസാദമുള്ളത്. അവൻ നമ്മോട് വീണ്ടും കരുണ കാണിക്കും, നമ്മുടെ അകൃത്യങ്ങളെ ചവിട്ടിക്കളയും, അവരുടെ പാപങ്ങളെയൊക്കെയും നീ സമുദ്രത്തിൻ്റെ ആഴത്തിൽ ഇട്ടുകളയും. അപ്പം ഇത്രമാത്രം നമ്മളോട് ക്ഷമിച്ചു, നമ്മുടെ പാപങ്ങളെ സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ ഇട്ട് കളഞ്ഞു. എന്ന് വെച്ചാൽ ഈ ആഴയുടെ ഏറ്റവും ആഴമുള്ള ഇടങ്ങളിലേക്കാണ് എറിഞ്ഞു കളഞ്ഞത്. അവിടെ ഇനി മേലെ അത് കയറി വരാതെ വണ്ണമാണ് എറിഞ്ഞു കളഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇത്രമാത്രം നമ്മളോട് ക്ഷമിക്കുകയും കരുണ കാണിക്കുകയും ചെയ്ത കർത്താവ് നമ്മുടെ മുൻകാല പാപങ്ങളെ നമ്മളോട് ക്ഷമിച്ചു. യേശുവിൻ്റെ രക്തത്താൽ നമ്മളെ കഴുകി വെടിപ്പാക്കി. ആമേൻ. കർത്താവ് നമ്മുടെ ആ പുറമേ ഉള്ള ജീവിതത്തിൽ വന്നു പോയതൊന്നും കർത്താവ് നോക്കുന്നുമില്ല, ഓർക്കുന്നുമില്ല. കർത്താവ് നമ്മൾ ക്രിസ്തുവിൽ വീണ്ടും ജനനം പ്രാപിച്ച പുതിയ മനുഷ്യനെ മാത്രമേ സ്വർഗം നമ്മളിൽ കാണുന്നത്. അതുകൊണ്ട് നമ്മുടെ പോയകാല ജീവിതത്തിൽ വന്ന പരാജയങ്ങൾ, തോൽവികൾ അല്ലെങ്കിൽ വീഴ്ചകളൊന്നും നിന്നെ മുൻപോട്ട് നയിക്കുന്നതിന് തടസ്സമാകരുത്. വായുകൾ തുറന്ന് വിശ്വാസത്താൽ ഡിക്ലെയർ ചെയ്യണം, ഞാൻ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണ്. ആമേൻ. എൻ്റെ പോയകാല ജീവിതത്തിലെ വീഴ്ചകളോ താഴ്ചകളോ ഒന്നും എന്നെ മുൻപോട്ട് വിടുന്നതിന് തടസ്സമല്ല. കാരണം അത് സ്വർഗത്തിലെ അപ്പൻ അത് നോക്കുന്നേയില്ല. എന്നെ ക്രിസ്തുവിൽ പുതിയ മനുഷ്യനായിട്ടാണ് കാണുന്നത്. എൻ്റെ അകത്തെ മനുഷ്യനെയാണ് കർത്താവ് നോക്കുന്നത്, അകത്തെ മനുഷ്യനെയാണ് നോക്കുന്നത്. ആ ഒരു ബോധ്യത്തോടു കൂടെ ഇന്ന് പകൽക്കാലം മുന്നേറുക. പിടിച്ചു വെക്കുവാൻ നോക്കുന്ന ശക്തിയോടെ ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് എതിർത്ത് നിന്ന് ജയിച്ച് മുന്നോട്ട് പോവുക. കർത്താവ് ഈ വചനത്താൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകൽക്കാലം ഒരു ശോഭനമായ മുന്നേറ്റം ഭാവി നിങ്ങൾക്ക് കർത്താവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ ഒരത്ഭുതമായി മാറും. വി ആർ ബ്ലെസ്ഡ്, we are really blessed, we are permanently blessed and highly favored. God bless you, God bless you, God bless you.